എല്ലാവർക്കും നമസ്കാരം. സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈജ്ഞാനിക വികാസ സിദ്ധാന്തം, ജീൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ മാർക്ക് വരും. അപ്പം മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലോട്ടൊന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു തിയറിക്കകത്ത് പഠിക്കാൻ. അപ്പം നമ്മൾ അതിലേക്ക് കെയർ ചെയ്യാണ്. അപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻസ് കേട്ട് പോകാം. പിയാഷെയുടെ ഇന്ദ്രിയ ചാലഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ നമുക്ക് ആൻസർ ചെയ്യണം. 2025 ചോദ്യമാണ്. അടുത്തത്, പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഇത് ഏത് വികസന ഘട്ടത്തിന്റെ സവിശേഷതയാണ്? പാവയൊക്കെ കളിപ്പിച്ച് ചോറ് വാരി കൊടുക്കുന്നു, ഉറക്കുന്നു, ഉണ്ണുന്നു, കിടത്തുന്നു, തൊട്ടിലാട്ടുന്നു, അങ്ങനെ പല കാര്യങ്ങളും പിള്ളേർ ചെയ്യും. അത് ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടത്? അതും 2025 ചോദ്യമാണ്. പിയാഷെയുടെ സിദ്ധാന്തം അനുസരിച്ച് വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമ എന്താണ് ആ വാക്ക് എന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സ്കീമ എന്ന് വെച്ചാൽ ഇപ്പൊ ആലോചിക്കുക, അറിവെന്നാണേ. അപ്പൊ അത് പുതിയ അറിവുകൾ ചേർക്കുക അല്ലെങ്കിൽ നിലവിലുള്ള അറിവുകൾക്ക് മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുന്നതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? 2025 ചോദ്യമാണ്. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഏത് ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? അത് 2024 ചോദ്യമാണ്. വളരെ നല്ല ചോദ്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. പാറുക്കുട്ടി എന്ന 2 വയസ്സുകാർ ജീവനില്ലാത്ത വസ്തുക്കളെയും ജീവനുള്ള വസ്തുക്കളായിട്ട് കാണാൻ ശ്രമിക്കുന്നു, സംവദിക്കാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ അനുമാനിക്കാൻ ശ്രമിക്കുന്നു. ഇതിന് പിയാഷെയുടെ ഏത് ആശയവുമായി നമുക്ക് കൂട്ടിച്ചേർക്കാം? ആ ഒരു സവിശേഷതയെ വിളിക്കുന്ന പേരെന്ത്? 4 ഓപ്ഷൻസ് ഉണ്ട്. 2024 ചോദ്യമാണ്. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഡാഷ്. അതെന്താണ്? 2023 ചോദ്യമാണ്. നോക്കാം. പിയാഷെയുടെ വൈജ്ഞാനിക വികസനത്തിലെ സംസ്ഥാപന എന്ന ആശയം എന്താണ്? അതിൽ 4 ഓപ്ഷൻ ഉണ്ട്. UPSCയുടെ 2022 ചോദ്യമാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് ചോദ്യം വായിച്ച് ഓപ്ഷൻസും വായിച്ച് വെക്കുക. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ ഓടി വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ശബ്ദം കേൾക്കും എന്ന് കാര്യകാരണ സഹിതം അത്തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഒരു കുട്ടികൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ധാരണ ഏത് വൈജ്ഞാനിക ഘട്ടത്തിന്റെ സവിശേഷതയായിട്ടുണ്ട്? അതും 4 ഓപ്ഷൻസ് ഉണ്ട്. 2020 ചോദ്യമാണ്. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, അനിമിസം, കേന്ദ്രീകരണം, സെൻട്രേഷൻ എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ ഭാഗമാണ്? അതിൽ 4 ഓപ്ഷൻ ഉണ്ട്. 2020 ചോദ്യം കേട്ടോ. 4 50 പൈസകൾ ചേർത്താൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി മറുപടി പറയത്തില്ല, അവർക്ക് ഉത്തരം അറിയത്തില്ല, അതിന് പ്രയാസമാ, അങ്ങോട്ടേ അറിയത്തുള്ളൂ. 4 50 പൈസ ചേർത്ത് കഴിഞ്ഞാൽ 2 രൂപയാണെന്നറിയാം, എന്നാൽ 2 രൂപയ്ക്ക് അകത്ത് എത്ര 50 പൈസ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെയുള്ള കുട്ടി പിയാഷെയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ ഏതു പരിമിതിയിലാണ് ഉള്ളത്? അത് 4 ഓപ്ഷൻ ഉണ്ടേ. പിയാഷെയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവയ്ക്കും ജീവൻ ഉള്ളതുപോലെ തോന്നുന്നു. ആ ഗുണങ്ങളുണ്ട് എന്ന് കുട്ടികൾ സങ്കല്പിക്കുന്ന സ്റ്റേജ് ഏത്? UPSC 2016 ചോദ്യമാ. ശ്രദ്ധിക്കണം, ഇതൊക്കെ അന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 2016 UPSC തൊട്ട് അല്ലെങ്കിൽ അതിന് മുൻപേ തൊട്ടേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് അതിന് മുമ്പ് വികാസഘട്ടങ്ങളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. നമുക്കറിയാം ഒരു വ്യക്തിയുടെ വികാസഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും. ഒരു വ്യക്തിക്ക് വികാസം സംഭവിക്കുന്നത് ഗർഭാവസ്ഥയിലാകുമ്പോൾ തൊട്ടാ, അല്ലെങ്കിൽ ജനിച്ച ശേഷം മാത്രമല്ല, ഗർഭാവസ്ഥയിലാകുന്ന സമയം തൊട്ടേ ഓരോ വ്യക്തിക്കും വികാസം ആരംഭിക്കുന്നുണ്ട്. അല്ലാതെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് വികാസം ആരംഭിക്കുന്നതെന്നുണ്ടോ? ഒരിക്കലുമല്ല. അതിനെ നമുക്ക് പ്രാക് ജന്മഘട്ടം, ജനനപൂർവ്വഘട്ടം എന്ന് പറയാം. ഗർഭധാരണ മുതൽ ജനന നിമിഷം വരെ, ജനിക്കുന്ന ആ സമയം വരെ, അതാണ് പ്രാക് ജന്മഘട്ടം, ജനനപൂർവ്വഘട്ടം. അതിന് തന്നെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. അതിൽ തന്നെ, അതായത് ജനനപൂർവ്വഘട്ടത്തിൽ തന്നെ ബീജാങ്കുരണ ഘട്ടം അല്ലെങ്കിൽ ജീവസ്ഫുരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ്, ജെർമിനേറ്റ് ചെയ്യുന്ന നമ്മളൊരു ഭ്രൂണം വളരുന്ന സ്റ്റേജ്, ഗർഭധാരണ മുതൽ 2 ആഴ്ച വരെ, അതൊരു ഭ്രൂണം ഒരു ഗർഭപാത്രത്തിൽ ഉടലെടുക്കുന്ന സമയം മുതൽ ആദ്യത്തെ 2 ആഴ്ച വരെയാണ് ബീജാങ്കുരണ ഘട്ടം. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ള സമയമാണ് ഞാൻ ഈ പറയുന്നത് പ്രാക് ജന്മ അല്ലെങ്കിൽ ജനനപൂർവ്വഘട്ടം, പ്രീനേറ്റൽ സ്റ്റേജ്. അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നതാണ് ബീജാങ്കുരണ ഘട്ടവും. രണ്ടാമത്തേതാണ് എംബ്രിയോണിക് സ്റ്റേജ്. 2ാമത്തെ ആഴ്ച മുതൽ അവസാനത്തെ 10ാമത്തെ ആഴ്ച വരെ ഒരു ഭ്രൂണത്തിന്റെ ആകൃതിയിലൊക്കെ ആകുകയാണ് ആ ഒരു ഗർഭപാത്രത്തിൽ ഉണ്ടായ ആ ഒരു ജീവൻ. ഓക്കെ,
അടുത്തതാണ് അതിനെ തന്നെ മൂന്നാമത്തതാണ് ഗർഭഘട്ടം, ഫീറ്റൽ സ്റ്റേജ്, ഫോയറ്റൽ സ്റ്റേജ്. 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെ ആ 3 കാര്യങ്ങളാണ് നമ്മുടെ പ്രീനേറ്റൽ സ്റ്റേജ്, ജനന പൂർവ്വഘട്ടത്തിനകത്ത് വരുന്നത്. ഏതൊക്കെയാ? ബീജാങ്കുരണ ഘട്ടമുണ്ട്, രണ്ടാമത്തത് എംബ്രിയോണിക് സ്റ്റേജ് ഭ്രൂണഘട്ടമുണ്ട്, പിന്നെ ഗർഭഘട്ടമുണ്ട്. ഇത് 3 നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാക്കി നോക്കുക. ആ ഒരു മാസത്തിന്റെ ആ കണക്കൊന്ന് വായിച്ചു നോക്കുക. അടുത്തതാണ് ജനിച്ചു കഴിഞ്ഞു. ഇനി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു, ജനനാന്തര ഘട്ടം, ജനിച്ചതിന് ശേഷമുള്ള ഘട്ടം. അത് ജനനം മുതൽ അങ്ങോട്ടേക്കാ നിങ്ങൾ കൊടുത്തു. ആ കുത്തു കൊടുത്തതിന്റെ അർത്ഥം എന്തുവാ? ജനനം മുതൽ അങ്ങോട്ടേക്കാ. അതിന് പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് എന്ന് പറയാനില്ല കേട്ടോ. ജനനാന്തര അതിനകത്ത് വരുന്ന ഒന്നാണ് ശൈശവം. ജനനം മുതൽ 2-3 വയസ്സ് വരെ, ജനനം മുതൽ 2-3 വയസ്സ് വരെയാണ് ശൈശവം. അതിനുശേഷമുള്ളതാണ് ബാല്യം. ബാല്യം നമുക്ക് 3 മുതൽ എങ്ങനെയാ 12 വയസ്സ് വരെ. ആ ബാല്യത്തിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാ, 3 മുതൽ 6 വയസ്സ് വരെ. മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്, 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെ. ലേറ്റർ ചൈൽഡ്ഹുഡ്, അന്ത്യബാല്യം അല്ലെങ്കിൽ പിൽക്കാല ബാല്യം, 9 മുതൽ 12 വയസ്സ് വരെ. അതിനുശേഷമുള്ളതാണ് കൗമാരം, അഡോളസൻസ്, 12 മുതൽ 18 വയസ്സ് വരെ. അതിനുശേഷം യൗവനം, 18 to 35 അല്ലെങ്കിൽ 20 to 50. 35 എന്നല്ല, നമുക്ക് 20 to 50 പറയാം കേട്ടോ. അതിനുശേഷമാണ് വാർദ്ധക്യം, 50 വയസ്സിന് മുകളിൽ. ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റിനകത്ത് ടൈം വേരിയേഷൻ, ഏജിന്റെ വേരിയേഷൻസ് എന്തെങ്കിലുമൊക്കെ കാണും. എന്നാൽ പോലും അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രായമുണ്ടല്ലോ. 12 to 18 ഒക്കെയാണ് കൗമാരം. കൗമാരത്തിന് ശേഷം നമുക്ക് യൗവനമാണ്. അത് ചിലപ്പം 50 40 ഒക്കെ വന്നു കഴിഞ്ഞാലും അത് ഒരേ കറക്റ്റ് ശരി തന്നെയാണ്, തെറ്റാണെന്ന് വിചാരിക്കരുത്. ഏകദേശം ഒരു 50-60 വയസ്സിന് മുകളിൽ തൊട്ടാണ്, ആ ഒരു പ്രായം തൊട്ടാണ് വാർദ്ധക്യം വരുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ വികാസഘട്ടങ്ങൾ? ജസ്റ്റ് അത് ഓർത്ത് വെച്ചാൽ മതി. ജനനപൂർവ്വഘട്ടമുണ്ട്, അതിനകത്ത് ബീജാങ്കുരണ ഘട്ടമുണ്ട്, അതിൽ തന്നെ ബീജാങ്കുരണ ഘട്ടമുണ്ട്, ഭ്രൂണഘട്ടമുണ്ട്, അതുപോലെ തന്നെ ഗർഭഘട്ടമുണ്ട്. അതിനുശേഷമാണ് ജനനാന്തര ഘട്ടം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തുവാണ്? ശൈശവമുണ്ട്, ബാല്യമുണ്ട്, പിന്നീടുള്ളതാണ് കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയാണ് നമ്മൾ പിയാഷയെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം, നമ്മുടെ ജീൻ പിയാഷെ. മക്കളെ, എന്താണ് സ്കീമ എന്ന് പറഞ്ഞൊരു ഘടകത്തെക്കുറിച്ച് ഞാൻ മുമ്പേ ക്വസ്റ്റ്യൻസിനകത്ത് പറഞ്ഞു. എന്താ സ്കീമ എന്ന് വെച്ചാൽ? ഒന്നുമില്ല, അറിവുകളുടെ ചെറിയ പാക്കറ്റുകളെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ, നമ്മുടെ ഭൗതിക ഘടനയിൽ, നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള എല്ലാത്തരം അറിവുകളെയും നമുക്ക് എന്തെന്ന് പറയാം? സ്കീമ എന്ന് പറയാം. ഒരു ചോദ്യപേപ്പറിനകത്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ കേട്ടോണം. ചിന്തകളുടെ ബിംബങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ചിന്തകളുടെ ബിംബങ്ങളല്ലേ മക്കളെ അറിവ്? ആ ചിന്തകളുടെ ബിംബങ്ങളെ എന്തോ വിളിക്കുന്നത്? നമ്മൾ സ്കീമ എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടിട്ട് തന്നെ ചോദ്യമായിരുന്നു, മിക്കവർക്കും കൺഫ്യൂഷൻ. എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നത് എന്തോ? അറിവാണ്, അറിവാണ്, സ്കീമ എന്നല്ലേ? അങ്ങനെ മാത്രമല്ല, ചിന്തകളുടെ രൂപങ്ങളെയും ചിന്തകളുടെ ബിംബങ്ങളുടെയും നമ്മൾ എന്തെന്ന് വിളിക്കാം? സ്കീമ എന്ന് വിളിക്കാം. നമുക്കറിയാം, നമ്മൾ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിന്, ആ ഒരു പരിസ്ഥിതിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി, അവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സങ്കീർണമായിട്ടുള്ള വൈജ്ഞാനിക ശേഷികൾ നമ്മൾ എന്തോ ചെയ്യണം? വിജയകരമായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന എല്ലാത്തരം മാനസിക ശേഷികളുടെയും കഴിവുകളുടെയും വികസനമാണ് വൈജ്ഞാനിക വികാസം. ഇപ്പം എനിക്കൊരു സാഹചര്യത്തിൽ ഇടപെടണം, എനിക്കൊരു പ്രശ്നം പരിഹരിക്കണം, എൻ്റെ ഒരു ചിന്ത നല്ല രീതിയിൽ പ്രകടിപ്പിക്കണം, എനിക്കൊരു സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, സമായോജനം നടത്തണം. അത്തരത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന എൻ്റെ ശാരീരിക, മാനസിക, വൈകാരിക ഘടകങ്ങളെല്ലാം കൂടെ ചേർത്താണ്. അവിടെ എല്ലാം എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. അത്തരത്തിലുള്ള വികസനങ്ങളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് വൈജ്ഞാനിക വികാസം, ഭൗതിക വികസനം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണേ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണേ. ഓക്കെ, അടുത്തത്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് അറിവുണ്ടാവുന്നതെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ് വൈജ്ഞാനിക വികാസം. ഞാൻ പറഞ്ഞു, നമുക്ക് ചിന്തകൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ പ്രശ്നപരിഹരണ ശേഷികൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് വൈജ്ഞാനിക മേഖലയിൽ ഉണ്ടായ മാറ്റമെന്ന് പറയാം, വൈജ്ഞാനിക വികാസം എന്ന് പറയാം. പുതിയ അറിവുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള അറിവുകൾ വെച്ച് നമ്മൾ പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം വൈജ്ഞാനിക ഘടനയുടെ ഭാഗമാണ്. ഓക്കെ, അടുത്തത്. ഇനിയാണ് നമ്മൾ വൈജ്ഞാനിക ഘടന എന്താണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എനിക്ക് അറിവുകൾ ശേഖരിക്കുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞില്ലേ മക്കളെ? നമ്മളുടെ ആ അറിവുകൾ ശേഖരിക്കുന്ന ആ ഒരു പ്രക്രിയ അതെങ്ങനെ നടക്കുന്നു എന്നതിനെ മൊത്തത്തിൽ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്ട്രക്ചറാണ് വൈജ്ഞാനിക ഘടന, കൊഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എനിക്ക് നിലവിലൊരു അറിവുണ്ട്. ആ അറിവ് വെച്ച് ഞാൻ പുതിയൊരു സാഹചര്യവുമായി പരിചയപ്പെടുമ്പോൾ ആ നിലവിലുള്ള അറിവ് വെച്ച് ഞാൻ പുതിയ സാഹചര്യത്തെ ഒന്ന് വിലയിരുത്താൻ നോക്കത്തില്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കാക്കയെ അറിയാം,
എനിക്ക് കാക്കയെ അറിയാം. അന്നേരം എനിക്ക് അറിയാവുന്ന ആ ഒരു അറിവ് എനിക്ക് കാക്കയെ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം ഞാനൊരു വിമാനം കണ്ടു. അപ്പോൾ ഒരു കുട്ടി ഒരു വിമാനം കണ്ടു, എൻ്റെ കാര്യം വിട്, കുഞ്ഞൊരു വിമാനം കണ്ടു. അപ്പോൾ അമ്മ ചോറ് കൊടുക്കാൻ വേണ്ടി മിറ്റത്തിറങ്ങി. ആ സമയത്ത് വിമാനം കണ്ടു. അപ്പോൾ അവനെന്തോ പറയുന്നേ, വലിയൊരു കാക്ക എന്നല്ലേ പറയുന്നത്, വലിയൊരു കാക്ക. ഇത്രയും നാളും കണ്ട കാക്കേനേക്കാളും വലിയൊരു കാക്ക. കാരണം അവൻ്റെ വൈജ്ഞാനിക ഘടനയിൽ അറിവെന്തുവാ, കാക്ക. കാക്കയ്ക്ക് എന്തുണ്ട്, വാലുണ്ട്, ചിറകുണ്ട്. ഓക്കെ, വിമാനത്തിനും വാലുണ്ട്, ചിറകുണ്ട്, അത് പറക്കുകയും ചെയ്യുന്നു, കാക്കയും പറക്കുന്നു. അപ്പം നിലവിലുള്ള അവൻ്റെ കയ്യിലുള്ള വൈജ്ഞാനിക ഘടനയിലെ കാക്ക എന്ന അറിവ് വെച്ചിട്ടാണ് അവൻ പുതിയൊരു വസ്തുവിനെ, പുതിയൊരു സാഹചര്യത്തെ എന്തോ ചെയ്ത് നോക്കുന്നു, താരതമ്യം ചെയ്ത് നോക്കി, ഇത് കാക്കയല്ലേ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നു. അപ്പം നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയൊരു സാഹചര്യത്തെ നമ്മൾ എന്തോ ചെയ്യുന്നു, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ പ്രക്രിയ വിളിക്കുന്ന പേരാണ് സാംശീകരണം, അസിമുലേഷൻ. എന്താണ് സാംശീകരണം, അസിമുലേഷൻ. പുതിയൊരു സാഹചര്യത്തെ നമ്മൾ നേരിടുമ്പോൾ വൈജ്ഞാനിക ഘടനയുടെ അറിവുകൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നു, അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അതിനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് സാംശീകരണം, അസിമുലേഷൻ. ഓക്കെ, രണ്ടാമത്തതാണ്. ഓക്കെ, അന്നേരം ഈ കുഞ്ഞിന് മനസ്സിലായി. കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അത് കാക്കയല്ല. അപ്പോൾ കുഞ്ഞിന് മനസ്സിൽ എന്തോ വന്നു, ഒരു അസന്തുലിതാവസ്ഥ വന്നു, ഡിസ്ഇക്വിലിബ്രിയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയ്യോ കാക്കയല്ലയോ, എനിക്കറിയാലോ, കാക്ക ചിറകുണ്ട്, വാലുണ്ട്, ഇതിനും അതെല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാകുന്നു, അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു കേട്ടോ ഈ സമയത്ത്, ഡിസ്ഇക്വിലിബ്രിയത്തിൽ വരുന്നവ. അപ്പോൾ അമ്മയോ അല്ലെങ്കിൽ മുതിർന്ന മറ്റാൾക്കാരോ പറഞ്ഞു കൊടുക്കുന്നു, മോനെ ഇത് കാക്കയല്ല, ഇതൊരു മെഷീനാണ്, ഇത് ഒത്തിരി ആൾക്കാരെയും കൊണ്ട് പോകുന്ന വലിയൊരു വാഹനമാണ്. അത് നമ്മുടെ വായുവിലൂടെയൊക്കെ മുകളിലൂടെ ആകാശത്തിലൂടെ പറന്ന് ഒത്തിരി പേരെയും കൊണ്ട് പോകുന്ന വലിയൊരു വാഹനമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ കുഞ്ഞിന് വൈജ്ഞാനിക ഘടനയിലോട്ട് എന്തോ കിട്ടി, നിലവിലുള്ള അറിവിനോടൊപ്പം പുതിയൊരു അറിവൂടെ കിട്ടിയില്ലേ. ആ പുതിയ അറിവിനെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് സംസ്ഥാപന, അക്കോമഡേഷൻ. അക്കോമഡേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പുതിയൊരാൾ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തിലെ പുസ്തകവും ബുക്കും നമ്മുടെ പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ കൂടെ മാറ്റി വെച്ച് കൊടുത്തിട്ട് അവരെയും കൂടെ അതിനകത്തോട്ട് ഉൾപ്പെടുത്തത്തില്ലേ, അവർക്കൂടെ ഉള്ള ഇടം കൊടുക്കത്തില്ലേ. അതേപോലെ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ എന്താ, നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയൊരു അറിവിനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നു. അതാണ് അക്കോമഡേഷൻ, സംസ്ഥാപനം. ഓക്കെ, ആ സമയത്ത് പിന്നെ കുഞ്ഞിന് എന്തോ വരും, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും, സന്തുലിതാവസ്ഥ അവനുണ്ടാകും. ഓക്കെ ആണോ? ഇപ്പം അവൻ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പഴയ കാക്കയെ എന്ന അറിവുമുണ്ട്, പുതിയ ആരെന്നുള്ള അറിവാ, വിമാനം എന്നുള്ള അറിവുമുണ്ട്. ഇതാണ് സാംശീകരണം, അസന്തുലിതാവസ്ഥ, ഡിസ്ഇക്വിലിബ്രിയം, പിന്നെ അക്കോമഡേഷൻ, സംസ്ഥാപനം, പുതിയ അറിവ് കിട്ടി. ഓക്കെ, അവൻ സന്തുലിതാവസ്ഥയിലോട്ട് എത്തി, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തി. ഇതാണ് വൈജ്ഞാനിക ഘടന. ക്ലിയർ ആയോ? ഓക്കെ, സ്കീമ എന്ന് പറയുമ്പോൾ അറിയാലോ, അറിവുകളുടെ പാക്കറ്റുകളെ വിളിക്കുന്ന പേരാണ് സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ പിയാഷെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ലോകപ്രശസ്തനായിട്ടുള്ള ഒരു സ്വിസ് മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് കൂടിയാണ് കേട്ടോ. അദ്ദേഹം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചുമാണ് അദ്ദേഹം എന്തോ ചെയ്തത്, ഈ വൈജ്ഞാനിക സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, ജനിതക ഘടനയുണ്ട്. ആ ഘടനയിലുള്ള ജനിതകപരമായിട്ടുള്ള കുറച്ച് അറിവുകളും കഴിവുകളും ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് തങ്ങളുടെ വൈജ്ഞാനിക ഘടന വിപുലമാക്കുന്നതെന്ന്. അങ്ങനെ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം തങ്ങളുടെ ജനിതക സ്ട്രക്ചർ അല്ലെങ്കിൽ ജനിതക ഘടനയിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് അത് കയ്യിൽ വെച്ചുകൊണ്ട് പിന്നീട് വീണ്ടും വീണ്ടും അറിവുകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുന്നു, പരിസരവുമായിട്ടൊക്കെ ഇടപഴകുന്ന വഴി. ഓക്കെ, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറിയെല്ലാം കുറച്ച് ജനിതകപരമായിട്ടുള്ള കാര്യങ്ങളൂടെ ചേർത്ത് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിയറി വിളിക്കുന്ന പേര് ജെനറ്റിക് എപ്പിസ്റ്റമോളജി, മനോജനിതക വൈജ്ഞാനികം. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിനെ വിളിക്കുന്ന പേരെന്തുവാ, മനോജനിതക വൈജ്ഞാനികം. BEd പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇംഗ്ലീഷിലെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി, മനോജനിതക വൈജ്ഞാനികം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? പിയാഷെ സ്വിസ് ബയോളജിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം സ്വന്തം കുട്ടികളെ നിരീക്ഷിച്ചും പരീക്ഷിച്ചുമാണ് പഠനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങളെല്ലാം പാരമ്പര്യമായിട്ടും ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് പൊതുവെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ അറിയപ്പെടുന്ന പേര് ജെനറ്റിക് എപ്പിസ്റ്റമോളജി, മനോജനിതക വൈജ്ഞാനികം എന്നറിയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തത്തിന് പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളാണുള്ളത്, 4 സ്റ്റേജസാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, അല്ലെങ്കിൽ വേറെ പേര് ഐന്ദ്രിയ ചാലക ഘട്ടം. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് കേട്ടോ. രണ്ടാമത്തെ ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അത് 2 to 7 വയസ്സ് വരെയാണ്. ജനനം മുതൽ 2 വയസ്സ് ഇന്ദ്രിയ ചാലക ഘട്ടം. രണ്ടാമത്തത് 2 മുതൽ 7 വയസ്സ് വരെ ജനനം to 2 ഇന്ദ്രിയ ചാലക ഘട്ടം.
2 to 7 വയസ്സ് വരെ പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം 7 to 11. നാലാമത്തതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം 11 വയസ്സിന് മുകളിലോട്ട്. 11 to 18 എന്ന് ചില ടെക്സ്റ്റിനകത്ത് കാണും, അതും തെറ്റല്ല. 11 to 18 11 മുതലെന്നോ ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഔപചാരിക മനോവ്യാപാര ഘട്ടം. പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് ഏതൊക്കെയാ? ഇന്ദ്രിയ ചാലക ഘട്ടം, ജനനം to 2 വയസ്സ്. പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ മനോവ്യാപാര പൂർവ്വഘട്ടം എന്ന് പറയാം. അത് ജനനം to 2 വയസ്സ്, 2 to 7 വയസ്സാണ് പ്രാക് മനോവ്യാപാര ഘട്ടം. 7 to 11 വയസ്സ് മൂർത്ത മനോവ്യാപാര ഘട്ടം. ഔപചാരിക മനോവ്യാപാര ഘട്ടം 11 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ 11 to 18 എന്ന് പറഞ്ഞാലും ശരിയാ. അപ്പൊ ഈ 4 ഘട്ടങ്ങളാണ്. ഈ ഓരോ ഘട്ടത്തിനെയും സവിശേഷതകളാണ് നമുക്കിനി കൃത്യമായിട്ട് പഠിക്കാനുള്ളത്. നോക്കാം. ഒന്നാമതാണ് ഇന്ദ്രിയ ചാലക ഘട്ടം, അല്ലെങ്കിൽ വേറെ പേര് സംവേദക ചാലക ഘട്ടം, അല്ലെങ്കിൽ വേറെ പേര് ഐന്ദ്രിയ ചാലക ഘട്ടം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ്. ജനനം to 2 വയസ്സ് വരെ. ഇനി നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെയൊക്കെ ഓർക്ക് എന്തൊക്കെയായിരിക്കും അവരുടെ കാര്യങ്ങൾ? അവർക്ക് ചിന്താശേഷി ഉണ്ടോ ആ പ്രായത്തിൽ? ഇല്ല, അവർക്ക് ചിന്താശേഷിയൊന്നുമില്ല. അവർ പിന്നെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്? റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം. ഇപ്പൊ അവരുടെ കണ്ണിലോട്ട് ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കണ്ണ് ചിമ്മും, ശരിയല്ലേ? അവരുടെ മുഖത്തോട്ട് ഇന്ത്യയിൽ ഒരു സാധനം കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഇവരങ്ങ് പുറമോട്ട് മാറും. ഇത്തരത്തിലുള്ള റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രായമാണ് നമ്മുടെ ഇന്ദ്രിയ ചാലക ഘട്ടം. ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയും കായിക പഠനങ്ങളിലൂടെയാണ് ഇവർ കളിക്കുകയൊക്കെയാ. കളിച്ചിട്ടൊക്കെ വികാസം നടക്കുന്ന ഒരു പ്രായമാണ്. ഓരോ സാധനങ്ങൾ നോക്കുന്നു, മണത്ത് നോക്കുന്നു, തല്ലിപ്പൊട്ടിച്ച് നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിറം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു. അത്തരത്തിലുള്ള കളികളോട് താല്പര്യമുള്ള ഒരു ഘട്ടമാണ്. ഇന്ദ്രിയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം, കൈ കൊണ്ടും കാലും കൊണ്ടും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഓക്കെ. കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാകുന്നു, അത് ശരിയാ. ഇപ്പൊ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക, ജനനം to 2 വയസ്സാണ്, ഒരു 1.5 വയസ്സൊക്കെ ഉള്ള ഒരു കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ ഓടി വരുന്നു. അപ്പൊ അവന് മനസ്സിലാവും, എന്തോ അവന് കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ധാരണയാ. ഞാൻ കരഞ്ഞാൽ എൻ്റെ അമ്മ ഓടി വരും, ഞാൻ കരഞ്ഞാൽ എനിക്ക് വിശപ്പിന് പാല് തരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും വസ്തുക്കളെ താഴെ ഇട്ട സൗണ്ട് കേൾക്കുവാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ്, ഓരോ കാര്യങ്ങൾക്കും ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് ചെറുതായിട്ട് മനസ്സിലാവുന്ന ഘട്ടമാണിത്. കാര്യകാരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ഘട്ടമാണ് ഏത്? ഇന്ദ്രിയ ചാലക ഘട്ടം. ചിന്താശേഷി കുറവാണ്, സംവേദന ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, കായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, കാര്യകാരണങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവുന്നു, തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചും ഒരു ധാരണ ഉണ്ട്. അങ്ങനെയുണ്ട്, ഇത് എൻ്റെ ശരീരം എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ നോക്കും. നമ്മുടെ കാലിലും കയ്യിലും, അവനവൻ്റെ തന്നെ കാലിലും കയ്യിലോട്ടും ഒക്കെ കുഞ്ഞുങ്ങൾ നോക്കുന്നു, ഇങ്ങനെയൊക്കെ തിരിച്ചൊക്കെ നോക്കുന്നു. നമ്മൾ പുതിയൊരു വളയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ, നിങ്ങൾ ഇനി കുഞ്ഞുങ്ങളെ നോക്കണം. തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ധാരണയൊക്കെ പതിയെ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ്. പിന്നീട് പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയുന്നു. പരിചയമില്ലാത്തവരെ കണ്ടാൽ ഉറപ്പായിട്ടും കരയും, അവരെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പോലും ചെല്ലത്തില്ല, ശരിയല്ലേ? അതേസമയം പരിചയമുള്ള ആളാണെങ്കിൽ ചിരിക്കുകയും ചെയ്യും, എടുക്കാൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ പരിചയമുള്ളവരെ ഇല്ലാത്തവരെയൊക്കെ തിരിച്ചറിയുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ ആരംഭിക്കുന്ന ഘട്ടം. ഓക്കെ. വസ്തുബോധം എന്ന് വെച്ചാൽ വസ്തുസ്ഥിരത ഈ ഒരു ഘട്ടത്തിന്റെ അവസാനമാണ്. ഏകദേശം ഒരു 2 വയസ്സോട് അടുക്ക മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് ഇപ്പൊ അവർ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അവരുടെ ഒരു കളിപ്പാട്ടം എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് വെക്കുമ്പോൾ ഈ ഒരു വയസ്സിന്റെ, അതായത് ജനനം to 2 വയസ്സ്, ഏകദേശം 1 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളോട് ഞാൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അവർക്ക് പ്രശ്നമില്ല. അത് എടുത്തുകൊണ്ട് പോയി അവർ അടുത്ത കളിപ്പാട്ടം നോക്കും. അല്ലാതെ എൻ്റെ പുറകശത്ത് വന്നോ, അയ്യോ അതെങ്ങും പോയില്ല, ഇപ്പൊ കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും കാക്ക കൊണ്ടുപോയെന്ന്. അതവിടെ ഇല്ല എന്നുള്ള ധാരണ. എന്നാൽ ഇന്ദ്രിയചാലക ഘട്ടത്തിന്റെ അവസാനം ഏകദേശം 2 വയസ്സോടടുപ്പിച്ച് വസ്തുക്കൾക്ക് സ്ഥിരതയുണ്ടെന്നുള്ളൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്ക് വരും. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കളിപ്പാട്ടം എടുത്ത് ബാക്കിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം എങ്ങും പോയിട്ടില്ല, അമ്മയുടെ പുറകിലശത്തെ കയ്യിലെങ്ങാണ്ടുണ്ട്, കാക്കയൊന്നും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ കണ്ട് അമ്മ മാറ്റി വെച്ചേക്കുക, ആ വസ്തുവിന് സ്ഥിരതയുണ്ട്, വസ്തു അവിടെ തന്നെ ഉണ്ട് എന്ന ധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന ഘട്ടമാണ് ഈ ഒരു ഇന്ദ്രിയ ചാലഘട്ടത്തിന്റെ അവസാനം. ആദ്യം ഉണ്ടാകുമോ? ഇല്ല. ഒരു 6 മാസമുള്ള കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് എന്തോ എടുത്തുകൊണ്ട് പോയാലും അതിന് നോ നെവർ മൈൻഡ്, അത് അടുത്ത ഒരു കളിപ്പാട്ടം എടുത്ത് കളിക്കും. പറഞ്ഞ് മനസ്സിലായോ? വസ്തുക്കൾക്ക് സ്ഥിരതയുണ്ടെന്നുള്ള ബോധമൊന്നും അവർക്കില്ല. അതേസമയം 2 വയസ്സ് അടുപ്പിച്ചുള്ള പിള്ളേരുടെ അടുത്ത് നിങ്ങളൊന്ന് ഇങ്ങനൊന്ന് കളിച്ചു നോക്കി, അവർ വന്ന് വഴക്കുണ്ടാക്കി നമുക്ക് 2 അടിയും തന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനവും മേടിച്ചോണ്ട് പോകും. അതാണ് വസ്തുസ്ഥിരത, ഒബ്ജക്റ്റീവ് പെർമനൻസ് അല്ലെങ്കിൽ വസ്തുസ്ഥിരത എന്നും പറയും. ഓക്കെ. സ്ഥലബോധം. നമുക്ക് പറയാൻ വേത്തൊരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. അപ്പൊ സ്ഥലത്തെക്കുറിച്ചുള്ളൊരു ബോധം
സമയത്തെക്കുറിച്ചുള്ള ഇപ്പോൾ രാവിലെ ആണോ വൈകുന്നേരമാണോ എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ കിളികളുടെയൊക്കെ കരച്ചിൽ കേൾക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്നു. പുതിയൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവരെല്ലായിടവും നോക്കും, നമ്മുടെ മുറിയാണോ, നമ്മുടെ കളിപ്പാട്ടം എവിടെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നൊരു ടൈമാണ്. അതൊക്കെ ആരംഭിക്കുന്നൊരു ടൈമാണ് കേട്ടോ, പ്രത്യേകിച്ച് ആരംഭിക്കുന്നൊരു ടൈമാണ്. കാരണബോധം, അത് ഞാൻ പറഞ്ഞല്ലോ, കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ധാരണകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ് ഇന്ദ്രിയ ചാലകഘട്ടം. ഞാൻ കരഞ്ഞാൽ അമ്മ ഓടി വരും, അതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ സാധനങ്ങളൊക്കെ താഴെയിട്ട് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാവും. ഇത്തരത്തിൽ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുന്ന ഘട്ടമാണ് ഇന്ദ്രിയ ചാലകഘട്ടം. കാലബോധം, സമയബോധം എന്നിവ എല്ലാവർക്കും ഉണ്ടാവുന്ന അതൊക്കെ ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ്. റിഫ്ലെക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ തന്നെയാണ് ചുറ്റുപാടിൽ നിന്ന്. ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു വസ്തു എടുത്ത് എറിയുന്നു, ആ എറിഞ്ഞ വസ്തു തിരിച്ച് താഴെ വീഴുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് സംവേദനം ഉണ്ടായി, അതിൻ്റെ പ്രതികരണം എന്താണെന്ന് തിരിച്ചറിയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ, സ്ക്രൂ ഉള്ള കളിപ്പാട്ടങ്ങളൊക്കെ, ഈ പാട്ടൊക്കെ കേൾക്കുന്ന കളിപ്പാട്ടങ്ങളില്ലേ, അതൊക്കെ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കാൻ നോക്കുന്നു. അത്തരത്തിലുള്ള സംവേദനം, അതുപോലെ തന്നെ ചലനം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് നിറങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു സമയമാണ് കുഞ്ഞുങ്ങൾക്ക്. ഈ സമയത്ത് നിറമുള്ള വസ്തുക്കളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ശ്രദ്ധിച്ചാൽ മതി, എല്ലാം ആകർഷണീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്തെങ്കിലുമൊക്കെ ആകൃതിയും ഭംഗിയും അതൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു ഇന്ദ്രിയ ചാലക ഘട്ടം. മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു. ശരിയാണ്, നമ്മളിങ്ങനെ കാണും കണ്ണ് ചിമ്മിയാൽ അവരും കണ്ണ് ചിമ്മും, നമ്മൾ ഇങ്ങനെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ചെയ്യും. അത് ഏകദേശം ഒരു 2 വയസ്സോട് അടുപ്പിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം മറ്റുള്ളവരെയൊക്കെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സംഭവങ്ങൾ ഓർത്ത് വയ്ക്കാൻ ചെറിയ രീതിയിൽ ശ്രമിക്കത്തേ ഉള്ളൂ കേട്ടോ, വലിയ രീതിയിലല്ല. സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നു. കാര്യം അങ്ങനെ പറയാൻ കാര്യം, കളിപ്പാട്ടം ഇവിടെ നിന്ന് കളിച്ചു, അപ്പോൾ ഇവിടെ തന്നെ ഇട്ടു, അപ്പോൾ അവരവിടെ ചെന്ന് നോക്കും. നമ്മളെല്ലാം അടുക്കി പറക്കി വെച്ചാലും അവർ നോക്കും ഈ കളിപ്പാട്ടം ഇവിടെ. അവർക്ക് ചിലപ്പോൾ പറയാൻ അറിയത്തില്ലായിരിക്കും, പറയാൻ മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ അവിടെ ഇവിടെ തന്നെയാണ് ഇട്ടേ എന്നുള്ള ധാരണയിൽ ഓർത്ത് ചെന്ന് നോക്കുന്നത് കാണാം. അപ്പോഴത്തേനും നമ്മളത് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും കബോർഡിനകത്ത് എടുത്തും വെച്ച് കാണും. സംഭവങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് വസ്തുസ്ഥൈര്യം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിന് അവസാനം മാത്രം ഉണ്ടാവുന്നു. ഇനി മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലാക്കി തുടങ്ങും. അമ്മമാരൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തോട് തന്നെ നോക്കിയിരിക്കും. നമ്മുടെ ഭാവം മാറുമ്പോൾ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖത്തും ആ ഒരു അന്താളിപ്പ് വരും. നമ്മളിങ്ങനെ ചിരിച്ചാൽ അവരും ചിരിക്കും. അപ്പം നമ്മുടെ ഭാവങ്ങളും ഭാഷയുമൊക്കെ മനസ്സിലാക്കി തുടങ്ങൽ, അതുപോലെ തന്നെ സംവേദ ചാലകങ്ങളും ചാലക സീമകളും എന്ന് വെച്ചാൽ സംവേദനത്തിനും ചലനത്തിനും പ്രാധാന്യം കൊണ്ട് അതിലൂടെയുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു സ്റ്റേജ്. ഇതെല്ലാം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് ക്ലാസ് മനസ്സിലാക്കുക. താങ്ക് യു.